ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ATM കാർഡ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെയൊക്കെ പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത്. അപ്പോൾ 4-5 കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഈ ATM പിൻസ് നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐഫോൺ യൂസേഴ്സിന് പറ്റിയൊരു ട്രിക്സ് ഉണ്ട്. ഷോർട്ട് കട്ട് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഗൈസ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നോട്ട് എടുക്കുക. നോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു നോട്ട് തയ്യാറാക്കുക. നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇവിടെ പുതിയ നോട്ട് കൊടുത്തിട്ട് ഒരു നമ്പർ, നിങ്ങളുടെ ATM കാർഡിൻ്റെ ഒരു പിൻ നമ്പർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 8756, ഇതൊരു ATM പിൻ നമ്പർ ആണെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ദെൻ അതോടെ നോട്ട് സേവ് ആയി. ഇനി രണ്ടാമത്തെ ഒരു നോട്ട് കൂടി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും വേറൊരു നമ്പർ സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ ATM പിൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അതും എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഗൈസ് നമ്മൾ നേരെ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോവുക. ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോയാൽ നമുക്ക് അവിടെ ഓട്ടോമേഷൻ എന്നുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ടാവും. ഈ ഓട്ടോമേഷൻ എന്നുള്ള സെറ്റിംഗ്സിൽ പോയിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ NFC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കാർഡ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് NFC. അപ്പോൾ ആ NFC എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടാഗ് NFC, നമുക്ക് നമ്മുടെ കാർഡ്, ഉദാഹരണത്തിന് ഞാൻ ഈ കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് സ്കാൻ ചെയ്യുക, ഈ കാർഡ് സ്കാൻ ചെയ്യുക. ഓക്കെ, ചിപ്പിൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റാക്ക് എന്ന് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ദെൻ റൺ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് ഇവിടെ ടിക്ക് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പൺ ആപ്പ് എന്നുള്ളതിലുണ്ടല്ലോ, ഈ ഒരു ക്രിയേറ്റ് ന്യൂ ഷോർട്ട് കട്ട് എന്നുള്ളതല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നോട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടാൽ നമ്മളിവിടെ ഉണ്ടാക്കിയ നമ്പർ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ നമ്പറാണ് എടുത്തതെന്ന് വിചാരിക്കാം, ഈ നമ്പർ എടുത്തു. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പാസ്വേഡ് അറിയില്ല, ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഐഫോൺ ഉണ്ട്, ഈ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ATM കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ജസ്റ്റ് ഒരു നമ്പർ മാത്രം കൊടുക്കുക, അതർ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് സേഫ്റ്റി അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്സ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. ഇതുപോലത്തെ ചെറിയ ടിപ്പിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.